നമസ്കാരം ഗൈസ്, നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈറ്റ് ആൻഡ് ട്രാവൽ ബാഗിൽ സുരേഷിൻ്റെ വ്ളോഗിങ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് എല്ലാവരും നല്ല സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്, കട്ട സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗിലേക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമേ പറഞ്ഞേക്കാം കുഴിമന്തിയാണ്. അപ്പോൾ കുഴിമന്തി നമ്മൾ വീട്ടിലെങ്ങനെ ഹോംലി കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കുഴിമന്തി ഉണ്ടാക്കണമെങ്കിൽ വലിയ കുഴിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാവുന്ന സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുഴിമന്തിയാണ്. ചിക്കൻ കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ നമുക്ക് നോക്കാം. വലിപ്പിടാം. നമുക്ക് ചിക്കൻ മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമ്മൾ ക്യൂബ്സ് യൂസ് ചെയ്യാറുണ്ട്, ചിക്കൻ ക്യൂബ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾക്കിടാം. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ആ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ചിക്കൻ മസാല എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്, പെരിഞ്ജീരകം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ പുരട്ടി നമ്മളുടെ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ നമ്മളുടെ മസാലയ്ക്ക് ഇട്ട് നല്ലോണം ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്നിൽ പെരട്ടാൻ നേരത്ത് ലേശം വെള്ളം ഇതിലുണ്ട്, നമുക്ക് വെള്ളം ഇതിലുണ്ട്. ഇത് നല്ലോണം ഈ മീറ്റിലേക്ക് ഇങ്ങനെ പെരട്ടി പിടിപ്പിക്കുക. കുഴിമന്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ തന്നെ അറേബ്യൻ ഡിഷാണ് കുഴിമന്തി. കുഴിയിലിട്ടിട്ട് മയശരിയാക്കുന്ന മന്തിയാണെന്ന് സാധനത്തെ ശരിക്കും പറഞ്ഞാൽ കുഴിമന്തി എന്ന് വിളിക്കണം തന്നെ. പക്ഷേ നമ്മളുടെ വീടുകളിൽ കുഴിയിലിട്ട് നമ്മൾ മന്തി റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നടക്കുന്ന കാര്യങ്ങളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയിൽ ഒരു വലിയ കുഴിയൊക്കെ കുത്തി നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ടൈമും ഒരുപാട് കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾക്ക് വീട്ടിലുള്ള കുക്കർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് നമ്മൾക്ക് കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിതിൽ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും കുഴിമന്തിയിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാഗി ചിക്കൻ ക്യൂബ്സ് അല്ലെങ്കിൽ നോർമലി വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ചിക്കൻ ക്യൂബ്സാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് പകരം നമ്മൾ ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. അത് മാത്രമേ നമ്മളുടെ ഇതിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ നല്ലോണം ഈ മസാല ഇതിലേക്ക് തേച്ചെടുപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റോളം നമ്മളിത് മാറിനേറ്റ് ചെയ്ത് വെക്കണം.
ആ 10 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നോർമലായിട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യണത്. അപ്പോൾ ആണോ നല്ല മസാലയൊക്കെ പിടിച്ച് നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു 10 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇനി അരിയുടെ ആവശ്യമുണ്ട്. റൈസ് ക്ലീൻ ചെയ്ത് റൈസ് വേവിക്കാൻ വേണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് വെക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളുടെ അരി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളുടെ അരി വേവിക്കാനുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയെന്ന് നോക്കാം. ഇതുണ്ടോ നമ്മളുടെ പട്ട, കറയാമ്പൂ, പിന്നെ കുരുമുളക്, അതുപോലത്തെ ഐറ്റംസാണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ മസാലക്കൂട്ടുകൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മസാലക്കൂട്ടും ഉപ്പും ആവശ്യത്തിന് വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടുന്ന അരി എന്തുകൊണ്ട് ആ അരി ഏകദേശം മുങ്ങിക്കിടക്കുന്ന അളവിലോ വെള്ളം നമുക്ക് മതി. അപ്പോൾ അരിയും കൂടി ഇട്ടിട്ട് ഇനി അരി ഒന്ന് വേകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അരി ഒത്തിരി വേവിച്ച് കളയരുത്. അരി ഏകദേശം ഒരു ഹാഫ് കുക്കിടാകുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റണം. വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കി നമ്മൾ ഫുൾ ഇത് വേവ് വരുന്നത് നമ്മുടെ ചിക്കൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഇവിടെ പകുതി അരി വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുക്കർ കുഴിമന്തി ഉണ്ടാക്കണം, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ കുഴിമന്തി പീസ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 3 പീസ് നമ്മളെടുത്ത 3 പീസ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുവാണ്. കണ്ടോ? അപ്പോൾ ഇതിലേക്ക് 3 പീസ് നമ്മൾ നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഈ ചിക്കൻ മൂടി കിടക്കത്തക്ക ഹൈറ്റിൽ നമ്മളുടെ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ സാധാരണ ഓയിലോ എന്തെങ്കിലും പാം ഓയിലോ എന്തെങ്കിലും ഓയിൽ ഈ ചിക്കൻ മൂടി കിടക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓയിൽ നമ്മളിവിടെ സാധാരണ നമ്മൾ പാം ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മളിത് നോക്കിയാൽ കാണാം. കണ്ടോ, നമ്മൾ ചിക്കൻ മൂടത്തക്ക അളവിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മളുടെ നേരത്തെ വേവിച്ച് വയ്ക്കുന്ന ആ അരി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി, നല്ല സ്മെല്ല് വരുന്നുണ്ട് ബിരിയാണിയുടെ. ശരിക്കും ബിരിയാണി അരി തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. അത് ഇതിൻ്റെ പൊക്കത്തേക്ക് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ മൂടിക്കിടക്കത്തക്ക അളവിൽ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മളുടെ റൈസ് വേവിച്ച് ഹാഫ് കുക്കിഡ് ആയിട്ടുള്ള റൈസ് അതിൻ്റെ പൊക്കത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മളുടെ റൈസ് ഒരു ഹാഫ് കുക്കിഡാണ്. നമ്മൾ ഈ റൈസ് ഒന്നും കൂടി വേകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിറച്ചും റൈസ് എടുക്കേണ്ട ആവശ്യമില്ല.
കുറച്ച് നമ്മൾ കുക്കറിൽ ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ കുക്കറിന് നിറഞ്ഞ് താഴത്ത് നിൽക്കുന്ന രീതിയിൽ റൈസ് എടുത്താൽ മതി. അപ്പോൾ റൈസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ റൈസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി എടുത്താണ്. മഞ്ഞപ്പൊടി കലക്കിയത് ഇതിലേക്ക് ലേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ലേശം ഒഴിച്ചു കൊടുക്കുക. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. നമ്മൾ മഞ്ഞപ്പൊടി കലക്കി എടുത്തേക്കുന്നത് അത് ചെറുതായിട്ടൊന്ന്, ഒരുപാട് കളർ വേണ്ട, ബിരിയാണി പോലെ കളർ വേണ്ട, ചെറിയൊരു കളർ മതി കുഴിമന്തിക്ക്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതിൻ്റെ മെയിൻ പ്രോസസ്സാണ്. നമ്മുടെ കുഴിമന്തിയിലേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ നല്ല ഒരു പുകച്ചോവ് വേണം. അപ്പോൾ ആ പുകച്ചോവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോൾ കത്തിച്ചത് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ചാർക്കോൾ വെക്കണം. അപ്പോൾ നമ്മളൊരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ചത്, നമ്മൾ മരക്കരി കത്തിച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം കത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ചാർക്കോളിൻ്റെ പൊക്കത്തേക്ക് ലേശം ഓയിൽ, കുറച്ച് മതി കേട്ടോ, ഒത്തിരി വേണ്ട, ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മളുടെ സ്മോക്ക്, അതായത് നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ട സ്മോക്കിന് വേണ്ടിയിട്ടുള്ള ചാർക്കോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചാർക്കോളിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് കുക്കർ അടച്ച് വെക്കുക കുറച്ച് നേരം. ഫസ്റ്റ് സ്റ്റീം ഒന്ന് ആ ഒരു പുക നല്ലോണം പിടിക്കും. അതിനുശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ, അങ്ങനെ 2 വിസിൽ കഴിയുമ്പോൾ നമ്മളുടെ മന്തി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വേവിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മളുടെ കുഴിമന്തി ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുഴിമന്തിയുടെ കൂടെ സൈഡിൽ നമുക്ക് ഒരു സൈഡ് ടച്ചപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം വേറെ ഒന്നുമില്ല, നമ്മളുടെ നല്ല ഒന്നാന്തരം മയണൈസാണ്. അപ്പോൾ വിനീഗർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2 കോഴിമുട്ട, കുറച്ച് നമ്മളുടെ വെളുത്തുള്ളി അരച്ചത്, അല്പം മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര, അല്പം ഉപ്പ്, ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മയണൈസ് ഉണ്ടാക്കാം. നമ്മളപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴിമന്തി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. അടിപൊളി സംഭവം, നല്ല സൂപ്പർ കുഴിമന്തിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അടിപൊളി. എന്തായാലും നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാൻ നേരത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാം നമുക്ക്. എന്തായാലും സ്മെല്ല് സൂപ്പറാണ്, കറക്റ്റ് എക്സാക്റ്റ് കുഴിമന്തിയുടെ സ്മെല്ല് തന്നെ. ഇതൊന്ന് നമുക്ക് സെർവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മളുടെ വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് മറിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചിടാം. കണ്ടോളൂ 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 കണ്ടോളൂ. നമ്മുടെ കുഴിമന്തി കേട്ടോ. നമ്മളുടെ സ്വന്തം വീട്ടിൽ കുക്കറിൽ ഉണ്ടാക്കിയ കുഴിമന്തി റൈസും കുഴിമന്തിയുടെ ചിക്കനുമാണ് ഈ കാണുന്നത്. ഇത് കണ്ടിട്ട് എനിക്കൊരു വ്യത്യാസം തോന്നുന്നു വെച്ചാൽ, ചിക്കൻ അവരുണ്ടാക്കുമ്പോൾ നമ്മൾ കടകളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി റെഡ് കളർഫുൾ ആയിരിക്കും. അതിൽ തന്നെ കളർ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിരിക്കും. പക്ഷേ റൈസും ചിക്കനും ടോട്ടലി നമ്മുടെ കുഴിമന്തിയുടെ സ്മെല്ലൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു വ്യത്യാസവും ഇല്ലതിന്ന്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. അപ്പോൾ എന്തായാലും സംഭവം കിടുവാണ്, കിടുക്കാച്ചയാണ്.
അപ്പോൾ മച്ചാന്മാരെ നമ്മളുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനൊന്ന് ടേസ്റ്റ് നോക്കണം. സ്മെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സംഭവം അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കേണ്ട പറഞ്ഞല്ല, സംഭവം സൂപ്പറാണ്. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ, കുക്കർ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ സംഭവത്തിൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൈസിൽ നിന്ന് ടേസ്റ്റ് നോക്കാം. റൈസ് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെന്നുള്ളത്. സംഭവം നമുക്ക് കാണുമ്പോൾ അറിയാം, നല്ല ഓയിലിയാണ്. റൈസ് നല്ല ഓയിലിയാണ്, നല്ല സോഫ്റ്റാണ്. ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. റൈസ് ടേസ്റ്റ് സൂപ്പറാണ്, രക്ഷയില്ല. അപ്പോൾ ഇനി മയനൈസ് ഇട്ടിട്ട് നമുക്ക് റൈസ് ഒന്ന് കഴിച്ച് നോക്കാം. മയനൈസ് ഇട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കാം. മയനൈസ് ഇട്ടിട്ട് നമ്മൾ ടേസ്റ്റും സംഭവം ഒന്നും പറയാനോ. ഈ ടൈമിൽ വീടുകളിൽ കടകളിൽ പോയി കഴിക്കാൻ പറ്റാത്ത കുഴിമന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ സംഭവമാണ്. അടിപൊളിയാണ്. മീറ്റ് ടേസ്റ്റ് നോക്കാം. ഒന്ന് നോക്കിയാൽ ഇതുണ്ടോ മീറ്റ്, നമുക്കിത് കാണുമ്പോൾ ഇതുണ്ടോ ഭയങ്കര സോഫ്റ്റാണ്. വെറുതെ ഇങ്ങനെ പൊളിഞ്ഞു പോകണോ കണ്ടോ, നോക്കൂ കണ്ടോ, അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി, കിടുക്കാച്ചി. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ധൈര്യമായിട്ട് വെച്ച് നോക്കൂ. സംഭവം സൂപ്പറാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇതുവരെ മലപ്പുറത്ത് നിർത്തട്ടെ, കുറച്ച് പേരും കൂടെ കഴിക്കേണ്ട അവർക്ക് കൂടി കൊടുക്കട്ടെ. എന്തായാലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.